നല്ല ക്വാളിറ്റി ആണുള്ള സാധനം എനിക്ക് അങ്ങനെ പെട്ടെന്ന് വരത്തില്ല. ഈ വെളിയിൽ നിന്നൊക്കെ വരുന്ന സാധനം കൽക്കട്ട എന്നൊക്കെ സാധനം ലോക്കൽ സാധനങ്ങളല്ല ശരിയാക്കി വെച്ചേക്കുന്നത്. പലരും ഇത് സാധനം ഉണ്ടെങ്കിൽ ശരിയാക്കാൻ ആളില്ലാതെ ശ്രമിക്കുന്നവരുണ്ട്. ഈ കേട്ട ശുദ്ധസംഗീതം, ഇത് ശുദ്ധസംഗീതമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കേൾക്കുന്ന സൗണ്ടാണ്, അല്ലാതെ ഇലക്ട്രിക്കലായിട്ട് കേൾക്കുന്ന ഒരു സൗണ്ടല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ശുദ്ധസംഗീതമൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ്, ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ നന്നാക്കുന്ന ഒരു ചേട്ടൻ്റെ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ പേരൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ചേട്ടൻ്റെ നമ്പരും കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നാക്കാൻ ചിലപ്പോൾ നോക്കിയിരിക്കുന്ന ആളുകളായിരിക്കും. ഇതൊക്കെ നശിച്ചു പോയി, ഇനി ഇത് നന്നാക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അത്ര ആൾക്കാർക്കൊക്കെ ഉപകരിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ചേട്ടൻ്റെ ഡീറ്റെയിൽസും ഇതിനകത്ത് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ചേട്ടൻ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, പഴയതൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഉപകരിക്കുന്നൊരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ ഒരു വീഡിയോ പങ്കുവെക്കുക. ചേട്ടൻ്റെ പേര് ഹരികുമാർ എന്നാണ്, കോന്നിയിലാണ് സ്ഥലം. അപ്പോൾ ചേട്ടൻ ഇതുപോലെ ഹാർമോണിയൊക്കെ പണിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് വെക്കാം. അപ്പോൾ എങ്ങനെയാണ് ചേട്ടൻ ഈ ഹാർമോണിയം നന്നാക്കുന്നത് പഠിച്ചത്? എങ്ങനെയാണ് നന്നാക്കുന്നത്? ഹാർമോണിയം ഇത് എന്നിലേക്ക് വരാൻ കാരണം വെച്ചാൽ ഞങ്ങൾ ഇത് കുടുംബപരമായിട്ട് പണ്ട് അച്ഛനിത് കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു. അച്ഛനിത് പണിയുകയും ഇത് വായിക്കുന്ന ഒരാളുമായിരുന്നു. അതിന് ഒരു ഗായകനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടും കേട്ടുമൊക്കെയുള്ളൊരു പരിജ്ഞാനം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. സംഗീതത്തിനോടൊരു താല്പര്യമുണ്ട്. സംഗീതത്തിന് പാടത്തില്ലെങ്കിൽ സംഗീതത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ അതിനാൽ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞൊരു കലാ കുടുംബമാണ്. അപ്പോൾ പിന്നെ ചെറുപ്പകാലത്ത് എനിക്കിതിലേക്ക് വരാൻ സാധിച്ചില്ല. പിന്നെ അതിന് ശേഷം അച്ഛൻ മരണപ്പെട്ടു പോയി. പിന്നെ ഇത് പഠിക്കണമെന്നുള്ള ആദ്യ മോഹം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അതുപോലെ കോട്ടയത്തുള്ളൊരു ശിവരാമൻ സാറിൻ്റെ ഒരാളായിരുന്നു. അദ്ദേഹം ഗാനഭൂഷണം ഗാനപ്രവീണ കഴിഞ്ഞ് മലപ്പുറം സ്കൂളിലെ അധ്യാപകനായിരുന്നു, സംഗീത അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് പാട്ട് വായിച്ച് പാടുകയും ചെയ്യും, ഇത് പണിയുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ഇതുപോലെ അദ്ദേഹത്തിനോട് സംസാരിക്കുകയും അപ്പോൾ അങ്ങനെ അത് പഠിക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിച്ചാണ് അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ പഠിക്കാൻ വന്നിട്ട് ഒരാൾ പോലും പഠിച്ചു പോയിട്ടില്ല. കാരണം അത്രയ്ക്ക് പ്രയാസമേറിയ പണിയാണ്, ഒത്തിരി പാടാണ്. ചിലരൊക്കെ ചെന്നിട്ട് ഇതുപോലെ പണിത് കുറച്ച് നാൾ കഴിയുമ്പോൾ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് പോകുന്നത്. പക്ഷേ ഞാനത് പഠിച്ച ഏക വ്യക്തി എന്ന് ഞാനുണ്ട്. എന്നോടും അദ്ദേഹത്തിന് താല്പര്യം തോന്നി. അങ്ങനെ ഇതിൻ്റെ എല്ലാ വശങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ രാവിലെ അദ്ദേഹം വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നിരന്തരം ഇങ്ങോട്ടും വിളിക്കുകയും കാരണം അത് ചെയ്യുന്നുണ്ടെന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൻ്റെ സന്തോഷമായി. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പ്രത്യേക താല്പര്യമുണ്ട്. ശരിക്കും ഇത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഇപ്പം സാധാരണപ്പെട്ട എല്ലാവരും ഇത് തടിപ്പണി ചെയ്യുന്നവരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ തടിപ്പണി ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഇത് പണിയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ പണിയെന്ന് വെച്ചാൽ ഓരോ പണികളും വളരെ സൂക്ഷ്മതയോടെ വളരെ വൃത്തിയായിട്ടും ചെയ്തെങ്കിൽ മാത്രമേ അത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തിലേക്ക് വരത്തുള്ളൂ. കാരണം അത് പണി ശരിയായില്ലെങ്കിൽ അത് ചെയ്തുകൊണ്ട് ഞാൻ ഫലമില്ല. എല്ലാം കൈക്ക് മാത്രമേ നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇതിൻ്റെ ഏറ്റവും സാധനം മൊത്തം എല്ലാം കൈ കൊണ്ടുള്ള നിർമ്മാണമാണ്. അത് മെഷീൻ വർക്കൊന്നും പറ്റും. ഇനി ഇതൊക്കെ പുറം കേസൊക്കെ നമുക്ക് വേണമെങ്കിൽ മെഷീനിലൊക്കെ വേണം ചെയ്തെടുക്കാം. അല്ലാതെ ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ ഈ ഓരോ കേസും ഇതാണ്ട് എല്ലാം നമ്മൾ കൈക്ക് ചെയ്തിട്ട് ഇങ്ങനെ കയറി എടുക്കുന്നതാണ്. ഇതെല്ലാം സാധനങ്ങൾ ഇതിൻ്റെ സാധനങ്ങൾ പ്രധാനമായിട്ടുള്ള റീഡാണ്. റീഡ് പിന്നെ അതിൻ്റെ തുകൾ എന്ന് പറയും. തുകളിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് വെക്കുന്നത് അകത്തുള്ളത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനുള്ള തോല് പിന്നെ ഇതൊരു പിച്ചള കമ്പികളാണ്. ഇതെല്ലാം നമ്മൾ കൈക്ക് ഇങ്ങനെ വളച്ചെടുക്കും. ഇതെല്ലാം കൈക്ക് അതിന് അച്ചുണ്ട്, അത് വെച്ചിങ്ങനെ വളച്ചെടുക്കും. പിന്നെ ഓരോ ഇതിപ്പോൾ കാണുന്നത് ഇത് ഡബിൾ ഹാർമോണിയം. അതായത് ഡബിൾ എന്ന് പറയുമ്പോൾ 2 സെറ്റ് റീഡാണ് എത്തിക്കുന്നത്. അത് ബാസ് മെയിൽ എന്നാണ് അതിൻ്റെ ഇത്. അപ്പോൾ അന്നേരം അതിൻ്റെ അനുസരിച്ചുള്ള സൗണ്ട് വരുത്തുള്ളൂ. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ല സൗണ്ട് നല്ല ക്ലാരിറ്റിയൊക്കെ വരുന്നതാണ് ട്രിപ്പിൾ സെറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് 3 സെറ്റ് പിന്നെ റീഡ് വരും. അതിനകത്ത് ബാസ് 2 മെയിൽ വെക്കുന്നവരുണ്ട്. അല്ലാതെ തന്നെ ബാസും മെയിലും ഫീമെയിലും വെക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ആവശ്യാനുസരണം നമ്മൾ ചെയ്യുന്നത്. പലർക്കും പല രീതിയാണ്. ഇതെന്തൊക്കെ യൂസിന് ഉപയോഗിക്കുന്നതോ? ഇത് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ പാട്ട് പഠിക്കുന്നതിനും അതുപോലെ തന്നെ ഈ ഭജൻസിന് അത്യാവശ്യം പിന്നെ സപ്താഹങ്ങൾ ഇപ്പോൾ സപ്താഹങ്ങളെല്ലാം പിന്നെ ഓർഗൻ. പണ്ട് കാലത്ത് ഈ പാട്ട് ട്യൂൺ ചെയ്യും. പ്രധാനമായിട്ടും പണ്ട് കാലത്തെ
ഈ നമ്മുടെ സംഗീത സംവിധായകരൊക്കെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള പല ആളുകളും പിന്നെ ഇതാണ് ഹാർമോണിയം വെച്ചാണ് പാട്ട് ട്യൂൺ ചെയ്തത്. ഭാഗവതന്മാരും പാട്ട് ട്യൂൺ ചെയ്യുന്നവരൊക്കെ ഏതാ. അപ്പോൾ അങ്ങനെ വിജയധരൻ മാസ്റ്ററും ഏതാ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതാണ്. ഇതിൽ ഹാർമോണിയം വെച്ചാണ് പാട്ട് ട്യൂൺ ചെയ്യുന്നത്. ഹാർമോണിയം മസ്റ്റാണ്. പണ്ടെല്ലാം അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ ഇലക്ട്രിക് ഇതിലേക്ക് വന്നപ്പോൾ ഓർഗണും കീബോർഡൊക്കെ വന്നപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പിന്നെ ഹാർമോണിയത്തിൻ്റെ ഉപയോഗം അങ്ങനെ ഇല്ലാതാണ്ട് വന്നു. എന്നാൽ ഇപ്പോഴും പിന്നെ അറിയാവുന്ന കലാകാരന്മാർ ഭാഗവതരൊക്കെ തന്നെ ഇപ്പോഴും പാട്ട് അല്ല. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. എ.ആർ. റഹ്മാൻ ഏറ്റവും ഇഷ്ടമുള്ളതും ഹാർമോണിയാണ്. അതാണ്. അതെ അതെ. ട്രിപ്പിൾ സെറ്റാണ്. ട്രിപ്പിൾ സെറ്റ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഈ ഡബിൾ ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ കേട്ടാൽ അല്ല അവർക്കറിയാം. പറയേണ്ട കാര്യം ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് മനസ്സിലാകത്തില്ല. ഇതിനകത്ത് 3 സെറ്റാണ് വെച്ചിരിക്കുന്നത്. ബാസ്, മെയില്. മറ്റേതിന്റെ തമ്മിലുള്ള വ്യത്യാസം ഇതിങ്ങനെ വെർട്ടിക്കലി ഇത് ഇപ്പം ഇങ്ങനെ വെച്ചേക്കുന്നത്. മറ്റേ നേരെ വിട്ടിട്ടേക്കുന്നത്. ഇത് ഇത്ര ഇങ്ങനെ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഇത്ര സ്ഥലം കിട്ടത്തില്ല. ഇത് 3 അറിയാട്ട് വരും. അപ്പൊ ഇത് വരുന്നത് മെയിലാണോ? മെയില് അല്ല, ഇത് ബാസ്. അല്ല, ഇത് ബാസ്, ഇത് മെയില്, ഇത് ഫീമെയില്. ചിലർ തന്നെ ഇത് ബാസ് വെച്ചിട്ട് മെയിലും വെക്കുന്നവരുണ്ട്. ശരി. അതാ. അപ്പോൾ ഇതിനെക്കാട്ട് കുറച്ചുകൂടെ സൗണ്ട് കിട്ടും. അതിന്റെ യൂസ് അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. അത് നമ്മളോട് പറയും. ഞാൻ പറയാം, ഇത് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് വെക്കത്തില്ല. ഇത് ഇപ്പോൾ ഇതുപോലുള്ള സാധനം ചെയ്യണമെങ്കിൽ നല്ല ചിലവ് വരും. അപ്പോൾ അതിനനുസരിച്ച് അവർ പറഞ്ഞു ഒരു ട്രിപ്പിൾ സെറ്റ് ഹാർമോണിയം 45,000 രൂപ വരും. അത്രയും വരുന്നു. ഈ ഐറ്റംസും കൂടുന്നുണ്ട് അല്ലേ? കൂടുന്നുണ്ട്. എനിക്കൊന്ന് ഇതിന്റെ സൈസും വലുതായി. വർക്ക് വേണ്ട. ഇപ്പം ഇതിൻ്റെന്ന് പറഞ്ഞാൽ കണ്ട സിംഗിൾ കട്ടയാണ് ഇത് വരുന്നത്. പിന്നെ സ്റ്റെപ്പായിട്ടുള്ള കട്ട. ഇത് ഇങ്ങനെ അടുപ്പിച്ച് വരുന്നുണ്ട്. എല്ലാം തന്നെ വരുന്നത്. പക്ഷേ ഇത് കട്ടയൊക്കെ വ്യത്യാസം വരുന്നുണ്ട് പണിയിൽ. അപ്പോൾ അത്രയും നമുക്ക് ചെയ്തെടുക്കുന്ന ഒരുപാട് താമസമുണ്ട്.